രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം സീരീസിലെ 23-ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയം ആദ്യത്തെ 4 മുദ്രകൾ തുറന്നതും അതിനോടനുബന്ധിച്ച് വെളിപ്പെടുത്തിയ പ്രവചനങ്ങളും ആയിരുന്നു. കുഞ്ഞാട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് യുദ്ധങ്ങൾ വരുന്നു എന്ന ദർശനമായിരുന്നു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ആഭ്യന്തര കലഹങ്ങൾ വരുന്നു എന്ന ദർശനമായിരുന്നു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് ക്ഷാമം വരുന്നു എന്ന ദർശനമായിരുന്നു. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ടത് വാൾ, ക്ഷാമം, മരണം, വന്യമൃഗങ്ങൾ എന്നിവ കൊണ്ട് മനുഷ്യർ കൊല്ലപ്പെടുവാൻ പോകുന്നു എന്നതായിരുന്നു. ഇനി 5-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിലൂടെ നൽകുന്ന വിവരം സംബന്ധിച്ച് നോക്കാം. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. ഇതാണ് 9-ാമത്തെ വാക്യത്തിൻ്റെ വായന. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യോഹന്നാൻ ഒരു കാഴ്ച കണ്ടു. ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ താൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഈ വചനത്തിൽ അധികം വ്യക്തമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവവചന നിമിത്തം എന്ന അതിൻ്റെ അർത്ഥം. മർക്കോസ് 4:14 വായിക്കുന്നു, വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ എന്ന്. അതായത് ഒരു വ്യക്തി ദൈവവചനം അനുസരിക്കുമ്പോൾ അനുസരിക്കാത്തവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കർത്താവ് സൂചിപ്പിച്ചത്. ഇതാണ് ദൈവവചന നിമിത്തം എന്ന പദപ്രയോഗത്തിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന്, ഹാബേൽ ദൈവവചനം അനുസരിച്ചു, ദൈവം അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു. കയീൻ ദൈവവചനം അനുസരിച്ചില്ല, അവൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. കയീൻ കുപിതനായി ഹാബേലിനെ കൊന്നു. ഹാബേൽ എന്ത് പഴിച്ചു? ഒന്നും പഴിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് ലോകം ദൈവത്തെ അനുസരിക്കുന്നവരോട് പെരുമാറുന്നത്. ഹാബേലിൻ്റെ കാലം മുതൽ അനേകർ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി 2-ാമതായി മനസ്സിലാക്കേണ്ട പദപ്രയോഗം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും എന്നതാണ്. അവർക്കുണ്ടായിരുന്ന സാക്ഷ്യം നിമിത്തം എന്നതാണ് കൂടുതൽ കൃത്യമായ തർജ്ജമ. എന്താണ് അവർക്കുണ്ടായിരുന്ന സാക്ഷ്യം? 2 രീതിയിൽ അതിനെ മനസ്സിലാക്കാം. രണ്ടും ശരിയാണ്. ഒന്ന്, അവർക്കുണ്ടായിരുന്ന അവർ നീതിമാന്മാരാണ് എന്ന സാക്ഷ്യം. എബ്രായർ 11:4 വായിക്കുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിനേക്കാളും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. വിശ്വാസത്താൽ വിശ്വാസി ചെയ്യുന്ന അനുസരണ പ്രവൃത്തികൾ അവൻ നീതിമാനാണെന്നതിനുള്ള സാക്ഷ്യമാണ്. അവിശ്വാസത്തിൽ അവിശ്വാസി ചെയ്യുന്ന അനുസരണക്കേടുകൾ അവൻ നീതിമാനല്ല എന്നതിനുള്ള സാക്ഷ്യവുമാണ്. ഇങ്ങനെ ഒരുവൻ നീതിമാനാണെന്നതിന് ചെയ്യുന്ന പ്രവൃത്തി അവിശ്വാസികളിൽ നീരസം ഉണ്ടാക്കാവുന്ന കാര്യമാണ്, അസൂയ ഉണ്ടാക്കാവുന്ന കാര്യമാണ്. ഇതാണ് കയീനുണ്ടായത്. 2, അവർക്ക് പറയുവാൻ ദൈവം നൽകിയിരിക്കുന്ന സാക്ഷ്യവചനം. ഈ കാഴ്ചപ്പാടിലാണ് സത്യവേദ പുസ്തക തർജ്ജമ നിലകൊള്ളുന്നത്. അതും സത്യമാണ്. ദൈവവചനം മനുഷ്യൻ്റെ പാപം ചൂണ്ടിക്കാണിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് പൊതുവെ മനുഷ്യനിൽ പക ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നു. കർത്താവ് അവിശ്വാസികളായ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ലോകത്തിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. ലോകത്തിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവയാണ്. ആ ദോഷമുള്ളവയാണെന്ന് കർത്താവ് തുറന്ന് ലോകത്തോട് പറയുന്നത് കൊണ്ട് ലോകം തന്നെ പകയ്ക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പക പിന്നീട് കൊലപാതകത്തിൽ തന്നെയും കലാശിക്കാം എന്നാണ് കർത്താവിൻ്റെ മരണം നമുക്ക് തരുന്ന വ്യക്തമായ സൂചന. ഇങ്ങനെ ദൈവത്തിൻ്റെ വചന നിമിത്തവും ദൈവജനത്തിന് പറയുവാനുള്ള സാക്ഷ്യ നിമിത്തവും ദൈവജനം ആടുകളെ പോലെ അനുദിനം അറുക്കപ്പെടുന്നു അഥവാ കൊല്ലപ്പെടുന്നു, രക്തസാക്ഷികൾ ആക്കപ്പെടുന്നു. ഇനി 9-ാം വാക്യത്തിലെ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിന് കീഴിൽ കണ്ടതിൻ്റെ പ്രസക്തി സംബന്ധിച്ച് ചിന്തിക്കാം. ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം എന്ന് ലേവ്യ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, 18-ാം വാക്യം, 25-ാം വാക്യം എന്നിടങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്രകാരം പൊതുവെ യാഗപീഠത്തിന് കീഴിൽ കാണപ്പെട്ടിരുന്നത്
ഒഴിച്ചു കളയുന്ന രക്തമാണ്. ശേഷം രക്തം അഥവാ ബാക്കി വരുന്ന രക്തമായിരുന്നു ഹോമയാഗ പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളഞ്ഞുകൊണ്ടിരുന്നത്. അതായത് പ്രായശ്ചിത്തം വരുത്തുവാൻ ഉപയോഗിക്കാത്ത രക്തമാണ് ഹോമയാഗ പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളഞ്ഞിരുന്നത്. അതുപോലെ ദൈവത്തിന്റെ വചന നിമിത്തവും സാക്ഷ്യ വചന നിമിത്തവും അറുക്കപ്പെടുന്നവരുടെ രക്തം പ്രായശ്ചിത്തം വരുത്തുവാൻ ഉപയോഗിക്കുന്നില്ല. ക്രിസ്തുവിൻ്റേത് മാത്രമാണ് പ്രായശ്ചിത്തം വരുത്തുവാനായിട്ട് ഉപയോഗിച്ചത്. എങ്കിലും ദൈവത്തിന്റെ വചന നിമിത്തവും സാക്ഷ്യ നിമിത്തവും അറുക്കപ്പെടുന്നവർ ദൈവത്തിനായി ദൈവേഷ്ടപ്രകാരം കൊല്ലപ്പെടുന്നവർ തന്നെ ആകുന്നു. ആകയാൽ 9-ാം വാക്യത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനം നിമിത്തവും അവർക്കുണ്ടായിരുന്ന സാക്ഷ്യ നിമിത്തവും കൊല്ലപ്പെട്ടവരെ യോഹന്നാൻ കണ്ടു എന്നാണ്. അടുത്തതായി ഈ രക്തസാക്ഷികൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് യോഹന്നാൻ കേൾക്കുകയാണ്. 10-ാം വാക്യം ഞാൻ വായിക്കാം. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അവർ ദൈവത്തെ വിശുദ്ധനും സത്യവാനുമായ നാഥ എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ വിശുദ്ധനും സത്യവാനുമായ യജമാനനെ എന്നാണ് അർത്ഥം. ദൈവത്തെ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തിന്റെ ദാസന്മാരാകുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. രക്തം കിടക്കേണ്ട സ്ഥാനത്ത് രക്തസാക്ഷികളെയാണ് നമ്മൾ കാണുന്നത്. അവർ പ്രതികാരത്തിനായി നിലവിളിക്കുന്നു. ഇതാകുന്നു ദൃശ്യം. ഹാബേലിന്റെ രക്തം ചൊരിഞ്ഞ കയീനോട് ദൈവം പറയുന്നു, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇവിടെയും സമാനമായ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണോ ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നീതിക്കായി, പ്രതികാരത്തിനായി, ന്യായത്തിനായി കരഞ്ഞത്, അതുപോലെ ഇവിടെ ദൈവവചനം നിമിത്തവും സാക്ഷ്യവചനം നിമിത്തവും കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ അല്ലെങ്കിൽ അവരുടെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ് പ്രതികാരത്തിനായിട്ട്. നീ എത്രത്തോളം ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്നാണ് അവർ ഉറക്കെ നിലവിളിച്ച് ചോദിച്ചത്. അവരുടെ രക്തം ചൊരിഞ്ഞതിന് ദൈവം അത് ചെയ്തവരോട് വ്യവഹരിക്കുകയും പ്രതികാരം ചെയ്യുകയും വേണം എന്നായിരുന്നു അവരുടെ അപേക്ഷ. അത് യജമാനെ അങ്ങ് ചെയ്യാതിരിക്കുന്ന എപ്പോൾ വരെ, അഥവാ ഇനി അതിന് എത്ര താമസം വരും എന്നാണ് അവർ അറിയുവാൻ ആഗ്രഹിച്ചത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11-ാം വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളം നിലയെങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. അവരെ കൊന്നവരെ വിധിക്കുകയും അവരോട് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നത് എപ്പോൾ എന്ന് പറയുന്നതിന് മുമ്പേ ദൈവം അവർ ഓരോരുത്തരും ഓരോ വെളുത്ത അങ്കി നൽകി. നിലയങ്കി എന്ന് മൂലഭാഷയിൽ ഇല്ല, അങ്കി എന്നേ ഉള്ളൂ. വെളുത്ത അങ്കി ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയെ കാണിക്കുന്നു. മുഷിഞ്ഞ അങ്കി പാപത്താലുള്ള അശുദ്ധി പുരണ്ടിരിക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട് എന്നിങ്ങനെ വെളിപ്പാട് 3:4 കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഈ സാഹചര്യത്തിൽ ഓർക്കാം. സെഖര്യാവ് 3-ാം അധ്യായം വായിക്കുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്ന യോശുവ എന്ന മഹാപുരോഹിതനെ നമുക്ക് കാണുവാൻ കഴിയും. മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളയുവൻ എന്ന് കൽപ്പിച്ച ശേഷം ഞാൻ നിന്റെ അകൃത്യം നിങ്കിൽ നിന്നും പോക്കിയിരിക്കുന്നു എന്നാണ് ദൈവം അവനോട് പറഞ്ഞത്. വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നവരെ കുറിച്ച് വെളിപ്പാട് 7:14 പറഞ്ഞിരിക്കുന്നത് ഇവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നാണ്. ആകയാൽ അകൃത്യം പോക്കിയ അവസ്ഥയെയാണ് വെളുത്ത വസ്ത്രം കാണിക്കുന്നത്. വെളുത്ത വസ്ത്രം നൽകിയ ശേഷം ദൈവം പറഞ്ഞത് അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്നായിരുന്നു. അതായത് അവർ ദൈവത്തിന്റെ വചനം നിമിത്തവും അവർക്കുണ്ടായിരുന്ന സാക്ഷ്യ നിമിത്തവും കൊല്ലപ്പെട്ടവർ ആയിരുന്നു. ഇനിയും അവരുടെ കൂട്ടുദാസന്മാരും സഹോദരന്മാരുമായ ചിലരും കൂടെ കൊല്ലപ്പെടുവാനുണ്ട് എന്നും അവരും വന്നു ചേരണം എന്നും അതിന് അല്പം സമയം കൂടെ ഉണ്ട് എന്നുമാണ് കർത്താവ് പറഞ്ഞത്. അതുവരെ അവർ വിശ്രമിക്കണം. അവർ വന്നു ചേർന്നാൽ ദൈവം ഭൂമിയെ വിധിക്കും, അവരോട് പ്രതികാരം ചെയ്യുകയും ചെയ്യും. ഇതായിരുന്നു ആ ദർശനത്തിന്റെ അർത്ഥം.
അല്പം സമയം അഥവാ അല്പകാലം എന്ന പദം ഈ പ്രതികാരകാലം എത്രയും സമീപമായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. 12000 വർഷങ്ങൾക്ക് ശേഷമല്ല സംഭവിക്കുക എന്ന് അർത്ഥം. യാഗപീഠത്തിന് കീഴിലെ ഇവർ ആർ. വെളിപ്പാട് 16-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, മൂന്നാമത്തവൻ തൻ്റെ കലശം നദികളിലും നീരുറവകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിക്കുവാൻ കൊടുത്തു, അതിന് അവർ യോഗ്യർ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. ആകയാൽ വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം ചിഹ്നിച്ചവരോടുള്ള പ്രതികാരമാണ് ദൈവം ചെയ്യുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. 17-ാം അധ്യായത്തിൽ മഹദിയാം ബാബിലോണിനെ വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് മത്തയായിക്കൊണ്ടിരിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട്. 6-ാം വാക്യം, ഇത് അവൾക്കെതിരെ ഉള്ള കുറ്റപത്രമാണ്. 18-ന്റെ 20-ൽ സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആയുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിക്കുവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആ പ്രതികാരം താമസിയാതെ നടക്കും എന്നാണ് 5-ാം മുദ്ര പൊട്ടിച്ച് പറഞ്ഞിരിക്കുന്നത്. 18-ാം അധ്യായം 24-ാം വാക്യത്തിൽ പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് അവളുടെ മേൽ നടത്തിയ പ്രതികാരത്തെ ന്യായീകരിക്കുന്ന പ്രസ്താവനയാണ്. 19-ന്റെ 2-ൽ വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് അവൻ്റെ ന്യായ വിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ഇത് അവളുടെ മേൽ പ്രതികാരം നടത്തിയ ദൈവത്തെ ന്യായീകരിച്ച് പ്രകീർത്തിക്കുന്ന പ്രസ്താവനയാണ്. തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തു എന്ന് നാം ഇവിടെ കാണുന്നു. ആകയാൽ വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് നിലവിളിക്കൊത്തവണ്ണം ദൈവം ഇവിടെ പ്രതികാരം ചെയ്തതായി നാം കാണുന്നു. ഈ പ്രതികാര കാലം ഏത് എന്നാണ് ഇനി ചിന്തിക്കുവാൻ പോകുന്നത്. മത്തായി 23-ന്റെ 34-ൽ പറയുന്നു, അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സെഖര്യാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. ലൂക്കോസ് 11-ന്റെ 49 മുതൽ ഇപ്രകാരം വായിക്കുന്നു, ഞാൻ പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും അവരുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഹാബേലിന്റെ രക്തം മുതൽ യാഗപീഠത്തിനും ആലയത്തിനും നടുവിൽ വെച്ച് പട്ടുപോയ സെഖര്യാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ഈ തലമുറയോട് ചോദിക്കുവാൻ ഇടവരേണ്ടതിന് തന്നെ. അതെ, ഈ തലമുറയോട് അത് ചോദിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആകയാൽ മത്തായി 23-ന്റെ 34-ലെ പ്രവാചകന്മാരും ജ്ഞാനികളും ലൂക്കോസ് 11-ന്റെ 49-ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കർത്താവ് അയച്ച പ്രവാചകന്മാരും അപ്പസ്തോലന്മാരുമായിരുന്നു. അവരെ കൊന്ന തലമുറ കർത്താവിൻ്റെ കാലത്തെ യഹൂദന്മാരുടെ തലമുറ ആകുന്നു. അവരെയാണ് കർത്താവ് മത്തായി 23-ന്റെ 36-ലും ലൂക്കോസ് 11-ന്റെ 51-ലും ഈ തലമുറ എന്ന് വിളിച്ചിരിക്കുന്നത്. ഹാബേലിന്റെ രക്തം തുടങ്ങി സെഖര്യാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം ആ തലമുറയോടായിരുന്നു കർത്താവ് ചോദിച്ചത്. ഈ നീതിമാന്മാരും പ്രവാചകന്മാരുമായവരാണ് യാഗപീഠത്തിന്റെ കീഴിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ട് യോഹന്നാൻ കണ്ടത്. അവർ രക്തം ചിന്നിയ കുറ്റത്തിന് അവർക്ക് ദൈവം രക്തം കുടിക്കുവാൻ കൊടുത്തു എന്ന് വെളിപ്പാട് 16-ന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നതും ഇവരെ കുറിച്ച് തന്നെയാണ്. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി
ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്ന വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു എന്ന്. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് 1 തെസ്സലോനിക്ക 2:15 പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 13:33 യെരുശലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്ന അസംഭവ്യമല്ലോ എന്ന് പറഞ്ഞ ശേഷം 34 കർത്താവ് പറയുന്നു, യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ എന്ന്. തുടർന്ന് പറയുന്നു, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്ന്. മത്തായി 23:37 38 ഇതേ കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. യെരുശലേമിലെ അവരുടെ ഭവനം, യെരുശലേമിലെ ദൈവാലയം ആയിരുന്നു. അതെപ്പോഴായിരുന്നു ശൂന്യമാക്കപ്പെട്ടത് അഥവാ നശിപ്പിക്കപ്പെട്ടത്? AD 70. എന്നാൽ എന്തായിരുന്നു യെരുശലേമിന്റെ കുറ്റം? യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ എന്നാണ് അവളുടെ കുറ്റപത്രം പറയുന്നത്. ഹാബേലിന്റെ രക്തം തുടങ്ങി സെഖര്യാവിന്റെ രക്തം വരെ ലോകസ്ഥാപനം മുതൽ ചൊരിഞ്ഞിരിക്കുന്ന സകല പ്രവാചകന്മാരുടെയും രക്തം അവളോടും അവളുടെ മക്കളോടും ദൈവം ചോദിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ആകെ വെളിപ്പാട് 17, 18, 19 അധ്യായങ്ങളിലെ മഹദിയാം ബാബിലോൺ എന്ന മഹാവേശ്യ യെരുശലേമായിരുന്നു. അവളുടെ ന്യായവിധിയാണ് ഈ അധ്യായങ്ങളിലെ പ്രമേയം. ആകയാൽ 1 മുതൽ 4 വരെയുള്ള മുദ്രകൾ പൊട്ടിച്ചപ്പോൾ ഓരോ സന്ദേശം പ്രവചനമായി അറിയിക്കുവാനുണ്ടായിരുന്നത് പോലെ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഒരു സന്ദേശം പ്രവചനമായി അറിയിക്കുവാനുണ്ടായിരുന്നു. 6-ാം അധ്യായത്തിന്റെ 10 വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന നിലവിളിക്കുള്ള മറുപടി സമീപമായിരിക്കുന്നു എന്ന സന്ദേശമാണ് 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവം അറിയിച്ചത്. അത് ചരിത്രത്തിൽ യെരുശലേമിനെ ന്യായം വിധിച്ചതിലൂടെ നിറവേറി. അത് പ്രതികാരകാലമായിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ ദൈവം എത്ര നീതിയുള്ളവനാണ്. തൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്ത യഹൂദന്മാരെ ദൈവം കനിവില്ലാതെ ശിക്ഷിച്ചുവെങ്കിൽ ഇന്ന് അതേ ദുഷ്കൃത്യം ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കാതെ ഇരിക്കുമോ? വെറുതെ വിടുമോ? ഇല്ല. തൻ്റെ ജനത്തെ പീഡിപ്പിച്ചു കൊന്ന റോമൻ സാമ്രാജ്യം നാമാവശേഷമായി എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അങ്ങനെ പല രാഷ്ട്രങ്ങളും കർത്താവിനെതിരെ നിന്നിട്ട് കൈതൊടാതെ തകർന്നു പോയിട്ടുണ്ട്. അതാണ് ഈ വചനത്തിലൂടെ ദൈവജനത്തിലുള്ള ആശ്വാസവും പ്രോത്സാഹനവും. ദൈവം നീതിമാൻ, തനിക്ക് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ.